അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് നിർത്തിയത് നമ്മുടെ മെഡിക്കൽ കോളേജിൽ നിന്ന് അങ്ങനെ ICUയിൽ നിന്ന് നേരെ വാർഡിലോട്ട് എടുത്തതിന് ശേഷം നേരെ കണ്ണോസ്പിറ്റലിൽ നിന്നല്ലേ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കണ്ണോസ്പിറ്റലിൽ നിന്നാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഡിസ്ചാർജ് ആയതിന് ശേഷം നമ്മുടെ ഗവൺമെൻറ് കണ്ണോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു മാസത്തിനകത്ത് തന്നെ ശാസ്ത്രനാമ എന്ന് പറയുന്ന ഡോക്ടറാണ് എൻ്റെ കണ്ണ് നോക്കിക്കൊണ്ടിരുന്നത്. കണ്ണ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത ശാസ്ത്രനാമ ഡോക്ടറാണ്. കരമനയുള്ളതാണ്, പുള്ളിയുടെ സ്ഥലം കരമനയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ അതിനുള്ള ഫെസിലിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ നേരെ അരവിന്ദിലോട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ അരവിന്ദിലാണ്. പിന്നെ അതിന് ശേഷം 2009 തൊട്ട് ഈ 25 വരെ, ഈ നിമിഷം വരെ, ഇപ്പോഴും വരെയും നമ്മുടെ അരവിന്ദ് ഐ ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട്, കാരണം നമ്മൾ ഈ കഷ്ടപ്പെടുന്ന കംപ്ലീറ്റും അങ്ങനെ മരുന്നിനൊക്കെ തന്നെയാണ് ഗുണം. ഇത് കംപ്ലീറ്റ് ഞാൻ ഉപയോഗിക്കുന്ന മരുന്നാണ്. ഇത് 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 കംപ്ലീറ്റ് ഞാൻ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നാണ്. അങ്ങനെ ഇടയ്ക്ക് കുറച്ച് ദിവസമായി, ഒരു 4-5 വർഷത്തിന് മുമ്പ് കണ്ണിനൊരു ഓപ്പറേഷൻ ചെയ്തിട്ട് കണ്ണ് ക്ലിയർ ആയില്ല. കണ്ണ് ക്ലിയർ ആവാതെ രണ്ടാമത് ഇപ്പോൾ ഒരു വർഷത്തിനകത്ത് വെച്ച് നമ്മളെ ഗിരിധർ ഹൈ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോഴാണ് അവിടെ ഏകദേശം 6 ലക്ഷം രൂപയോളം ആവും കണ്ണിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങൾക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയിട്ട് തിരിച്ച് വന്ന്, കാരണം സാമ്പത്തികമായിട്ട് നമ്മളെ കൊണ്ട് അത്രയും വലിയ എമൗണ്ട് മുടക്കാനായിട്ടില്ല. അതുകൊണ്ട് തിരിച്ച് വന്ന് ഇപ്പോൾ വീണ്ടും അരവിന്ദിലാണ് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ പരമാവധി, എനിക്ക് ചെയ്യേണ്ട സഹായം എന്ന് പറഞ്ഞാൽ പരമാവധി എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിക്കുക, ഷെയർ ചെയ്യുക. പരമാവധി ഷെയർ ചെയ്ത് നിങ്ങളുടെ പിന്തുണ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് വേണം. കാര്യം വേറൊന്നും കൊണ്ടല്ല, ചിലപ്പോൾ എന്തെങ്കിലും സഹായം ചെയ്തു കഴിഞ്ഞാൽ, എനിക്ക് വേറെ സഹായമൊന്നും ഞാൻ ആഗ്രഹിക്കില്ല. ഞാൻ ഇപ്പോൾ വാടകയ്ക്കാണ് കിടക്കുന്നത്, അത് കുഴപ്പമില്ല, വാടകയ്ക്കാണ്, ഓക്കെയാണ്. പക്ഷേ എൻ്റെ കണ്ണിൻ്റെ കാര്യം ക്ലിയർ ആയി കഴിഞ്ഞാൽ എനിക്ക് പൂർണ്ണമായിട്ട് എന്തെങ്കിലും ജോലി എല്ലാ ദിവസവും ജോലിക്ക് പോകാൻ പറ്റും. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു പോകും. ഇതിപ്പോൾ എനിക്ക് കണ്ണിൻ്റെ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുകൊണ്ട് എനിക്ക് ഈ വെയിൽ ഓവറായിട്ട് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് സൂര്യപ്രകാശമൊന്നും കണ്ണിൽ അടിച്ചാൽ കാണാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കാരണം കൊണ്ട് അതുകൊണ്ട് പരമാവധി എല്ലാവരും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വളരെ ഉപകാരമായിരിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ്. പിന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരെ ആരെങ്കിലും കണ്ട് എന്തെങ്കിലും സഹായിക്കാമെന്നുള്ള രീതിയിൽ എന്തെങ്കിലും വന്നാലും എനിക്കത് വലിയ നേട്ടം തന്നെയാണ്. കാരണം നമ്മുടെ സാമ്പത്തികമായിട്ട് പിന്നിലായത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഇതിത്രയും ഞാനിപ്പോൾ, അതായത് ഇത് എല്ലാ പേപ്പറും ഞാനിപ്പോൾ അതായത് ഗവൺമെൻറ് ഈ ഹോസ്പിറ്റലിന് എതിരെ കേസ് കൊടുത്ത പേപ്പർ, പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പേപ്പർ, അങ്ങനെ എല്ലാ പേപ്പറും ഇതിൽ തന്നെയുണ്ട്. ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല. എല്ലാ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പേപ്പറിൻ്റെ കംപ്ലീറ്റും അതാണ്. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. അതാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം. കാരണം എന്തെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു കണ്ണിൻ്റെ വേറെ വലിയ ഒരു ഇതൊന്നും ഞാൻ ആഗ്രഹിക്കില്ല. എനിക്ക് കണ്ണിൻ്റെ കാര്യം മാത്രം ക്ലിയറായി കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല, ഞാൻ എന്ത് ചെയ്തും ജീവിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അടുത്ത വീട് പിന്നെ എനിക്കാണെങ്കിൽ ഈ മീൻ വിഴിഞ്ഞത്തുനിന്ന് എടുത്തു തരുന്നത് നമ്മളെ ബിജു എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്. പുള്ളിക്കാരനാണ്. അവിടെ നിന്ന് പൈസ ഇല്ലെങ്കിൽ ചില ടൈമിൽ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വന്നാൽ ചില ടൈമിൽ കയ്യിൽ പൈസ കാണൂല, ബുദ്ധിമുട്ടായിരിക്കും. ആ ബുദ്ധിമുട്ടാവുന്ന ടൈമിൽ പുള്ളിക്കാരനാണ് വിഴിഞ്ഞത്തുനിന്ന് അവിടെ നിന്ന് കടം വെച്ച് മീൻ എടുത്ത് തരും. അങ്ങനെ റൂട്ടിലാണ് ഈ കച്ചവടം, വീട് തോറും കൊണ്ടേ കച്ചവടമാണ്. അപ്പോൾ അങ്ങനെ കച്ചവടം ചെയ്ത് അങ്ങനെ കാര്യങ്ങൾ കഴിഞ്ഞ് പോകണുണ്ടെങ്കിലും എനിക്ക് വേറെ, അതായത് ഈ മരുന്നിൻ്റെ, കാരണം ഞാൻ ഈ പരമാവധി കഷ്ടപ്പെടണമെങ്കിലും രാത്രി ഉറക്കം കളഞ്ഞൊക്കെയാണ് കഷ്ടപ്പെടുന്നത്. എന്നിട്ട് പോലും എനിക്കാണെങ്കിൽ ഈ മരുന്ന് വാങ്ങാനും മാത്രമേ കഴിയണുള്ളൂ. വേറെ എനിക്ക് ചിലവിനായിട്ട് എടുക്കാനായിട്ട് കാശൊന്നും കിട്ടുന്നില്ല. കാരണം ഇത്രത്തോളം മരുന്ന് ഒഴിക്കുന്നത് കൊണ്ടാണ്. ബാക്കി വീഡിയോ ഉടനെ പുള്ളിക്കാരനെ കാണിച്ചു തരാം. ബിജു അണ്ണനെ ഉടനെ കാണിച്ചു തരുന്നതാണ് ബാക്കിയുള്ള വീഡിയോയിൽ.